EDFIL ലേണിംഗ്. ENLITEന്റെ 2 ചാപ്റ്റേഴ്സ് നമ്മളിപ്പോൾ ഓൾറെഡി കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. എമർജൻസി സൈക്കോളജിയും റിസർച്ച് മെത്തഡോളജി ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സും. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ 4ാമത്തെ മൊഡ്യൂളായിട്ടുള്ള ബയോളജിക്കൽ ബേസിസ് ഓഫ് ബിഹേവിയർ എന്നുള്ള യൂണിറ്റാണ് തുടങ്ങാൻ പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സുകൾ കേട്ടവർക്കറിയാം, നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങളിലൂടെ മാത്രമാണ് നമ്മുടെ ക്ലാസ് എടുത്തിട്ടുള്ളത്. സോ നമ്മുടെ വെബിനാറിൽ കൂടി അറ്റൻഡ് ചെയ്യുമ്പോഴാണ് കുറച്ചുകൂടി ആ ഒരു ചാപ്റ്റേഴ്സിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പോകാൻ പറ്റും. അപ്പോൾ എല്ലാവരും നമ്മുടെ വെബിനാർസിലും അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. എന്നിരുന്നാലും നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. പറഞ്ഞതുപോലെ ബയോളജിക്കൽ ബേസിസ് ഓഫ് ബിഹേവിയർ, 4ാമത്തെ മൊഡ്യൂളായിട്ടുള്ള ബയോളജിക്കൽ ബേസിസ് ഓഫ് ബിഹേവിയർ ആണ് ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഇനി ഈ ഒരു ക്ലാസ് 4 പാർട്ട്, അങ്ങനെ ഒരു 8 പാർട്ടോട് കൂടി ഈ ഒരു യൂണിറ്റും പൂർത്തിയാക്കാനാണ് നമ്മൾ വിചാരിക്കുന്നത്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇന്നത്തെ ഈ ഒരു പാർട്ട് 1 നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മെയിനായിട്ട് മെത്തേഡ്സ് ഓഫ് ഫിസിയോളജിക്കൽ സൈക്കോളജിയാണ്. ഫിസിയോളജിക്കൽ സൈക്കോളജിയിലുള്ള മെത്തേഡ്സ് എന്തൊക്കെയാണ്, അതിൽ ഇൻവേസീവ് മെത്തേഡ്സ് ആയിരിക്കും ഈ ഒരു പാർട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ക്ലിയർ? ഓക്കെ, നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. ജനുവരി 2025 ചോദിച്ച ചോദ്യമാണ് കേട്ടോ. എന്താ ചോദ്യം? വിച്ച് ഓഫ് ദ ഫോളോയിങ് മെത്തേഡ്സ് ഓഫ് ഫിസിയോളജിക്കൽ സൈക്കോളജി ആർ കൺസിഡേർഡ് ആസ് ഇൻവേസീവ് മെത്തേഡ്സ്? നമുക്കൊരു 5 മെത്തേഡ്സ് തന്നിട്ടുണ്ട്. ഇതിൽ ഏതൊക്കെയാണ് അല്ലെങ്കിൽ ഏതാണ് ഇൻവേസീവ് മെത്തേഡ്സിൽ വരുന്നത്? ഇതാണ് ക്വസ്റ്റ്യൻ. അങ്ങനെ ആകുമ്പോൾ നമുക്ക് എന്തറിയണം? ഇൻവേസീവ് മെത്തേഡ് എന്താണെന്ന് അറിയണം, അതിൻ്റെ അണ്ടറിൽ വരുന്ന മെത്തേഡ്സ് ഏതൊക്കെയാണെന്ന് അറിയണം. അത് മാത്രമല്ല, ഈ ഓപ്ഷനിൽ തന്നിട്ടുള്ള ഈ 5 എണ്ണവും എന്തൊക്കെയാണ് എന്നും അറിയണം. ഇതിൽ ഇങ്ങനെയാണ് കൊടുത്തത് ഓപ്ഷനായിട്ട്. ഓപ്ഷൻ 1 എന്ന് പറയുന്നത് BNC ഓൺലി, DNE ഓൺലി, ANC ഓൺലി, CND ഓൺലി. അപ്പോൾ ഏതാണെന്ന് അറിയണമെങ്കിൽ നമുക്ക് ആദ്യം ഇതൊക്കെ എന്താണ് എന്നറിയണം. ഓക്കെ, എന്താണ് മെത്തേഡ്സ് ഓഫ് ഫിസിയോളജിക്കൽ സൈക്കോളജി എന്ന് പറഞ്ഞാൽ, നമ്മൾ നമ്മുടെ ബ്രെയിനിനെ കുറിച്ചും പിന്നെ നമ്മുടെ ഇൻറ്റേർണൽ ഓർഗൻസിനെ കുറിച്ചൊക്കെ പഠിക്കുന്ന ഒരു ശാഖയാണ്, അല്ലെങ്കിൽ അതിൻ്റെ മെത്തേഡ്സിനെയാണ് മെയിനായിട്ട് മെത്തേഡ്സ് ഓഫ് ഫിസിയോളജിക്കൽ സൈക്കോളജി എന്ന് പറയുന്നത്. നമുക്കറിയാം, നമുക്കൊരു രോഗം വരുന്ന സമയത്ത് നമ്മൾ എന്താണ്, നമ്മുടെ ഉള്ളിലുള്ള ഓർഗൻസിനെ അത് ബാധിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ എവിടെയാണ്, ഏത് പാർട്ടിനെയാണ് ഇത് ബാധിച്ചതെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമ്മളോട് ഡോക്ടേഴ്സ് എന്ത് പറയും? എക്സ്റേ എടുത്ത് നോക്കി, അല്ലെങ്കിൽ ഈ സ്കാനിങ് എടുക്കി, MRI സ്കാൻ എടുക്കി, അങ്ങനെയൊക്കെ കേൾക്കാം അല്ലേ? പക്ഷെ ഇതൊക്കെ നമുക്ക് സുപരിചിതമായിട്ടുള്ള വേർഡ്സ് തന്നെയാണ്. പക്ഷെ എന്താണ് ഇതിൽ സംഭവിക്കുന്നത്? ശരിക്കും എന്തിനാണ്, ഏത് പാർട്ടിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത് എന്ന് നമുക്ക് ചിലപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് അറിയണ്ടാവില്ല. സോ അതിനു വേണ്ടി യൂസ് ചെയ്യുന്ന 2 മെത്തേഡ്സാണ് ഇൻവേസീവ് മെത്തേഡ്സും നോൺ ഇൻവേസീവ് മെത്തേഡ്സും. ഓക്കെ, സോ എന്താണ് ഇൻവേസീവ് മെത്തേഡ്സ് എന്ന് പറഞ്ഞാൽ? ഇൻവേസീവ് മെത്തേഡ്സ് ആർ റിസർച്ച് ഓർ ഡയഗ്നോസ്റ്റിക് ടെക്നിക്സ് ദാറ്റ് ഫിസിക്കലി പെനിട്രേറ്റ് ദ body such as by surgically opening the skull or inserting electrodes, instruments or devices so that the brain tissue is directly assessed, stimulated, recorded from or altered. എന്ന് വെച്ചാൽ ഇത് പണ്ട് കാലത്തൊക്കെ ആയിരുന്നു ഇത് കൂടുതലായിട്ട് നമ്മൾ കണ്ടുവന്നത്. എന്തിനാന്ന് വെച്ചാൽ, ഒരു ബ്രെയിനിൻ്റെ ഏതെങ്കിലും ഒരു പാർട്ടിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യുക? സ്കള്ളൊക്കെ തുറന്നിട്ട് അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഇലക്ട്രോഡ്സ് ഒക്കെ വെച്ച് അങ്ങനെ അസസ് ചെയ്യുന്ന ഒരു രീതിയാണ് ഇവിടെ എടുത്തിട്ടുണ്ടായിരുന്നത്. അതിനെയാണ് ഇൻവേസീവ് മെത്തേഡ് എന്ന് പറയുന്നത്. ഇവിടെ പറഞ്ഞു പെനിട്രേറ്റ് ദ ബോഡി, ഫിസിക്കലി പെനിട്രേറ്റ് ദ ബോഡി. എന്തൊക്കെ? ഇലക്ട്രോഡ്സ്, ഇൻസ്ട്രുമെൻറ്റ്സ് അല്ലെങ്കിൽ ഡിവൈസസ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മുടെ ബ്രെയിനിലേക്ക് എന്ത് ചെയ്യുക? ഇൻസേർട്ട് ചെയ്യുക. ഓക്കെ, ഇൻസേർട്ട് ചെയ്യുന്നതാണ് ഇൻവേസീവ് മെത്തേഡ്സിൽ. അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം? ഏത് ബ്രെയിൻ ടിഷ്യൂ ആണോ നമുക്ക് പഠിക്കേണ്ടത് അതിനെ ഡയറക്റ്റ്ലി അസസ് ചെയ്യാൻ പറ്റും, സ്റ്റിമുലേറ്റ് ചെയ്യാൻ പറ്റും, നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഓൾട്ടർ ചെയ്യാനൊക്കെ പറ്റും. ഓക്കെ, ഈ ഒരു മെത്തേഡിനെയാണ് ഇൻവേസീവ് മെത്തേഡ്സ് എന്ന് പറയാം. ഇൻവേസീവ് മെത്തേഡ് തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ആയിട്ടുണ്ട്. അതിലൊന്ന് ഫസ്റ്റ് തന്നെ വരുന്ന ഒരു ഭാഗമാണ് അനാറ്റമിക്കൽ മെത്തേഡ്സ് എന്ന് പറയുന്നത്. എന്താണ് അനാറ്റമിക്കൽ മെത്തേഡ്? These methods involve studying the structure of the brain and its neural pathways through direct observation, typically through dissection or imaging techniques. ഓക്കെ, ഇത് എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമുക്ക് ഈ ബ്രെയിനിൻ്റെ സ്ട്രക്ചറും അതിൻ്റെ ന്യൂറൽ പാത്വേസിനെ കുറിച്ചൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഒബ്സർവ് ചെയ്തിട്ടാണ് ഇത് പഠിക്കുന്നത്. അപ്പോൾ അവിടെ നടക്കുന്നത് ഡിസെക്ഷനിലൂടെ ഒക്കെ ആയിരിക്കും ഇത് പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ കുറച്ച്
ടെക്നിക്സ് ഉണ്ട്. അനാട്ടമിക്കൽ മെത്തേഡ്സിൽ വരുന്ന കുറച്ച് ടെക്നിക്സ് ഉണ്ട്. അതാണ് നിസിൽ സ്റ്റെയിനിങ്, ഗോൾഗി സ്കിറ്റെയിനിങ്, ട്രേസിങ്. ഈ ഒരൊക്കെ മെത്തേഡ്സുകളാണ് നമ്മൾ അനാട്ടമിക്കൽ മെത്തേഡ്സിൽ യൂസ് ചെയ്യുന്നത്. എന്താണ് നിസിൽ സ്റ്റെയിനിങ്? എ മെത്തേഡ് യൂസ്ഡ് ടു ഐഡൻറ്റിഫൈ സെൽ ബോഡീസ് ഇൻ ദ ബ്രെയിൻ ബൈ സ്റ്റെയിനിങ് റൈബോസോമൽ RNA. റൈബോസോമൽ RNAനെ സ്റ്റെയിൻ ചെയ്തിട്ട് നമുക്ക് സെൽ ബോഡീനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കിനെയാണ് നിസിൽ സ്റ്റെയിനിങ് എന്ന് പറയുക. ക്ലിയർ? ഇനി അടുത്തതായിട്ട് വരുന്നതാണ് ഗോൾഗി സ്റ്റെയിനിങ്. എന്താണ് ഗോൾഗി സ്റ്റെയിനിങ് എന്ന് പറഞ്ഞാൽ? യൂസ്ഡ് ടു വിഷ്വലൈസ് ദ ഷേപ്പ് ആൻഡ് സ്ട്രക്ചർ ഓഫ് ന്യൂറോൺസ് ബൈ സ്റ്റെയിനിങ് എൻറ്റയർ സെൽസ്. ഈ സെല്ലിനെ മൊത്തമായിട്ട് സ്റ്റെയിൻ ചെയ്തിട്ട്, നേരത്തെ നമ്മൾ റൈബോസോമൽ RNAനെ മാത്രമാണ് സ്റ്റെയിൻ ചെയ്തത്, എന്നാൽ ഇവിടെ സെല്ലിനെ മൊത്തമായിട്ട് സ്റ്റെയിൻ ചെയ്തിട്ട് എന്തിനു വേണ്ടിയിട്ടാണ്? വിഷ്വലൈസ് ദ ഷേപ്പ് ആൻഡ് സ്ട്രക്ചർ ഓഫ് ന്യൂറോൺ. ന്യൂറോണിൻ്റെ സ്ട്രക്ചറും ഷേപ്പും ഒക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കാണാൻ വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്? ഗോൾഗി സ്റ്റെയിനിങ് എന്ന് പറയുന്ന ടെക്നിക്ക് യൂസ് ചെയ്യുന്നത്. ക്ലിയർ? ഇനി അടുത്ത അനാട്ടമിക്കൽ മെത്തേഡിൽ മൂന്നാമത്തേതായിട്ട് വരുന്ന ടെക്നിക്കാണ് ട്രേസിങ് എന്ന് പറഞ്ഞത്. എന്താണ് ട്രേസിങ്? ഇൻവോൾവ്സ് യൂസിങ് റേഡിയോ ആക്റ്റീവ് ട്രേസേഴ്സ് ഓർ ഡൈസ് ടു ട്രാക്ക് ദ ന്യൂറൽ പാത്വേസ് ആൻഡ് കണക്ഷൻസ് ബിറ്റ്വീൻ ബ്രെയിൻ റീജിയൻസ്. അപ്പോൾ ഇവിടെ ന്യൂറൽ പാത്വേസിനെ കുറിച്ചും പിന്നെ ഈ ബ്രെയിനിലുള്ള കണക്ഷൻസ്, ബ്രെയിനിൻ്റെ റീജിയൻസ് തമ്മിൽ കുറേ കണക്ഷൻസ് ഉണ്ടല്ലേ, അതിനെക്കുറിച്ചുമൊക്കെ പഠിക്കാൻ വേണ്ടി എന്താ യൂസ് ചെയ്യുന്നത്? ഇവിടെ റേഡിയോ ആക്റ്റീവ് ട്രേസേഴ്സ് ആണ് അല്ലെങ്കിൽ ഡൈസ് ആണ്. ഓക്കെ, ഇതൊക്കെ നോട്ട് ചെയ്ത് വെക്കുക. റേഡിയോ ആക്റ്റീവ് ട്രേസേഴ്സോ അല്ലെങ്കിൽ ഡൈസോ ഒക്കെയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. എന്താ നമ്മൾ പറയുന്നത്? ട്രേസിങ്ങിനെ പറ്റിയിട്ടാണ്. എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ന്യൂറൽ പാത്വേ ട്രാക്ക് ചെയ്യാനോ അല്ലെങ്കിൽ ബ്രെയിൻ റീജിയൻസിലുള്ള കണക്ഷൻസ് അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ, അനാട്ടമിക്കൽ മെത്തേഡ് കഴിഞ്ഞാൽ ഇനി അടുത്തതായിട്ട് വരുന്നതാണ് ഡീജനറേഷൻ ടെക്നിക്സ്. ഇൻവേസീവ് മെത്തേഡിൽ നമ്മൾ ആദ്യം പറഞ്ഞത് അനാട്ടമിക്കൽ മെത്തേഡിനെ കുറിച്ചാണ്. ഇനി വരുന്നതാണ് ഡീജനറേഷൻ ടെക്നിക്ക്. എന്താ ഡീജനറേഷൻ ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ? യൂസ്ഡ് ടു ട്രാക്ക് ദ എഫക്ട്സ് ഓഫ് ഇഞ്ചുറി ഓർ ഡാമേജ് ടു ന്യൂറൽ പാത്വേസ്. നമ്മുടെ ന്യൂറൽ പാത്വേസിൽ ഉണ്ടാവുന്ന ഇഞ്ചുറീസോ അല്ലെങ്കിൽ ഡാമേജസോ ഒക്കെ ഉണ്ടാവും അല്ലേ? അപ്പോൾ അതിൻ്റെ ഒരു എഫക്റ്റ് ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡീജനറേഷൻ ടെക്നിക്സ് യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ പ്രോസസ്സ് എന്ന് പറയുന്നത്, ആഫ്റ്റർ എ സ്പെസിഫിക് ബ്രെയിൻ ഏരിയ ഈസ് ഡാമേജ്ഡ്, ദ ഡീജനറേറ്റഡ് ആക്സോൺസ് ആർ ഐഡൻറ്റിഫൈഡ് ബൈ യൂസിങ് കെമിക്കൽസ് ഓർ ഡൈസ് ദാറ്റ് ഹൈലൈറ്റ് ഡാമേജ്ഡ് ടിഷ്യൂ. ഇവിടെ നടക്കുന്നത് ബ്രെയിൻ ഏരിയയിലുള്ള എവിടെയെങ്കിലും ഡാമേജ് ചെയ്യിക്കും. എന്നിട്ട് ആ ഒരു ആക്സോൺസ് ഉണ്ടാവുമല്ലോ, ഈ ഡീജനറേറ്റ് ചെയ്തിട്ടുള്ള ആ ആക്സോൺസിനെ നമ്മൾ ഈ കെമിക്കൽസോ ഡൈസോ ഒക്കെ യൂസ് ചെയ്തിട്ട് ഐഡൻറ്റിഫൈ ചെയ്യും. എന്നിട്ട് ആ ഡാമേജ് ആയിട്ടുള്ള ടിഷ്യൂവിനെ ഹൈലൈറ്റ് ചെയ്യും. ക്ലിയർ ആണോ? ആ ഒരു പ്രോസസ്സാണ് ഡീജനറേഷൻ ടെക്നിക്കിൽ നടക്കുന്നത്. ഒന്നുമില്ല, നമ്മൾ തന്നെ ഒരു ഭാഗം ഡാമേജ് ചെയ്യിച്ചിട്ട് ആ സമയത്ത് അവിടെ എന്താണ് നടക്കുന്നതെന്ന് നോക്കുക. ക്ലിയർ ആയോ? ഓക്കെ, ഇവിടെ ഡീജനറേഷൻ ടെക്നിക്കിൽ രണ്ട് ടൈപ്പാണുള്ളത്. റെട്രോഗ്രേഡ് ഡീജനറേഷനും ഉണ്ട്, ആൻഡ്രോഗ്രേഡ് ഡീജനറേഷനും ഉണ്ട്. എന്താ റെട്രോഗ്രേഡ് എന്ന് പറഞ്ഞാൽ? ട്രാക്സ് ദ ചേഞ്ചസ് ഇൻ ന്യൂറോൺസ് ഹൂസ് ആക്സോൺസ് വെർ ഡാമേജ്ഡ്. ഇപ്പോൾ ഈ ഡാമേജ് ആയിട്ടുള്ള ആക്സോണുകൾ ഉണ്ടാവുമല്ലോ, അവിടുത്തെ ചേഞ്ചസ്, ന്യൂറോൺസിൽ ഉണ്ടാവുന്ന ചേഞ്ചസിനെ കുറിച്ചൊക്കെയാണ് ഈ റെട്രോഗ്രേഡ് ഡീജനറേഷനിൽ ട്രാക്ക് ചെയ്യുന്നത്. ഡാമേജ് ആയിട്ടുള്ള ആക്സോണുകളത്. ഓക്കെ, എന്നാൽ ആൻഡ്രോഗ്രേഡ് ഡീജനറേഷനിൽ ട്രാക്സ് ദ ഡീജനറേഷൻ ഫ്രം ദ പോയിന്റ് ഓഫ് ഡാമേജ് ടു ദ റെസ്റ്റ് ഓഫ് ദ ന്യൂറോൺസ്. അപ്പോൾ എവിടെ വെച്ചിട്ടാണോ ഈ ഒരു ഡാമേജ് നടന്നത് അവിടെ തൊട്ടിട്ട് ബാക്കിയുള്ള ന്യൂറോൺസ് വരെയുള്ള ആ ഒന്ന് ട്രാക്ക് ചെയ്യുന്നതിനെയാണ് ആൻഡ്രോഗ്രേഡ് ഡീജനറേഷൻ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഡീജനറേഷൻ ടെക്നിക്സ് ആണ് പറഞ്ഞത്. ഡീജനറേഷൻ ടെക്നിക്സിൽ രണ്ട് ടൈപ്പ് ഉണ്ടെന്ന് പറഞ്ഞു. ഒന്ന് റെട്രോഗ്രേഡ് ഡീജനറേഷനും രണ്ടാമത്തേത് ആൻഡ്രോഗ്രേഡ് ഡീജനറേഷനും. ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇൻവേസീവ് ടെക്നിക്കാണ് ലീഷൻ ടെക്നിക്സ് എന്ന് പറയുന്നത്. ലീഷൻ ടെക്നിക്സിൽ വരുന്നത് എന്താണ് ഇതിൻ്റെ പേർപ്പസ്? ടു ഇൻവെസ്റ്റിഗേറ്റ് ദ ഫങ്ഷൻ ഓഫ് സ്പെസിഫിക് ബ്രെയിൻ റീജിയൻ ബൈ സെലക്റ്റീവ്ലി ഡാമേജിങ് ദ. ബ്രെയിനിലുള്ള ഏതെങ്കിലും ഒരു പാർട്ടിനെ ഡാമേജ് ചെയ്യിച്ചിട്ട് അതിൻ്റെ ഫങ്ഷൻ എന്താണെന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ടെക്നിക്കിനെയാണ് നമ്മൾ ലീഷൻ ടെക്നിക്ക് എന്ന് പറയുന്നത്. എന്താണ്? ഫങ്ഷൻ പഠിക്കാൻ വേണ്ടിയിട്ടാണ്.
ഇവിടെ ടൈപ്സ് ഉണ്ട്. അതിൽ ഒന്നാമത്തെ വരുന്നതാണ് ഇലക്ട്രിക്കൽ ലീഷൻസ്. എന്താ ഇലക്ട്രിക്കൽ ലീഷൻസ് എന്ന് പറഞ്ഞാൽ ഹൈ ഫ്രീക്വൻസി ഇലക്ട്രിക്കൽ കറൻസ് ആർ യൂസ്ഡ് ടു ഡിസ്ട്രോയ് ബ്രെയിൻ ടിഷ്യൂ. ബ്രെയിൻ ടിഷ്യൂ ഡിസ്ട്രോയ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഡാമേജ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഹൈ ഫ്രീക്വൻസി ഇലക്ട്രിക്കൽ കറൻസ് ആണ്. ഈ ഹൈ ഫ്രീക്വൻസി ഇലക്ട്രിക്കൽ കറൻസ് പാസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബ്രെയിനിൻ്റെ ടിഷ്യൂ ഡാമേജ് ആവും. എന്നിട്ട് ആ ഡാമേജ് ആയിട്ടുള്ള പാർട്ടിനെ കുറിച്ചിട്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. അപ്പോൾ നമ്മുടെ ഏതെങ്കിലും ഒരു പാർട്ടിലേക്ക് ഇത് കടത്തി വിടുമ്പോൾ അവിടെ എന്തായാലും എന്ത് ചെയ്യും, ആ ഒരു ഫംഗ്ഷൻ അവിടെ നിന്നു പോകും. അപ്പോൾ നമുക്ക് മനസ്സിലാവും ഈ ഒരു ഭാഗത്തിന് പ്രശ്നം വന്നതുകൊണ്ടാണ് ഈ ഒരു ഫംഗ്ഷൻ നിലച്ചു പോയത്. അപ്പോൾ ഈ ബ്രെയിനിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇതാണ്. അങ്ങനെ പഠിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലീഷൻ യൂസ് ചെയ്തത്. ഇനി രണ്ടാമത് വരുന്നതാണ് കെമിക്കൽ ലീഷൻസ്. ന്യൂറോടോക്സിക് സബ്സ്റ്റൻസസ് ആർ ഇൻജക്റ്റഡ് ഇൻ ടു സ്പെസിഫിക് ബ്രെയിൻ ഏരിയാസ് ടു ഡിസ്ട്രോയ് സ്പെസിഫിക് ന്യൂറോൺസ്. നമുക്ക് ഒരു ന്യൂറോണിലേക്ക്, ഏതെങ്കിലും ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ന്യൂറോണിലേക്ക് എന്ത് ഇൻജക്റ്റ് ചെയ്യും? ന്യൂറോടോക്സിക് സബ്സ്റ്റൻസസ് ഇൻജക്റ്റ് ചെയ്യും. ഇങ്ങനത്തെ സബ്സ്റ്റൻസ് ഒക്കെ ഇൻജക്റ്റ് ചെയ്യുന്ന സമയത്ത് ആ ഒരു പാർട്ട് ഡാമേജ് ആവും. പിന്നെ അവിടെ എന്ത് നടക്കില്ല, അത് ഫങ്ഷൻ ചെയ്യൂല. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഏതെങ്കിലും ഒരു പാർട്ട് ഫങ്ഷൻ ചെയ്യാതിരിക്കുമ്പോൾ നമുക്ക് എന്ത് മനസ്സിലാവും, ഈ ഒരു ഡാമേജ് ആയിട്ടുള്ള ആ പാർട്ടിൻ്റെ ഫങ്ഷൻ ആയിരുന്നു ഇത്. അതിന് വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. സോ രണ്ടാമത്തേതാണ് കെമിക്കൽ ലീഷൻസ്. ന്യൂറോടോക്സിക് സബ്സ്റ്റൻസസ് ആർ ഇൻജക്റ്റഡ് ഇൻ ടു സ്പെസിഫിക് ബ്രെയിൻ ഏരിയാസ് ടു ഡിസ്ട്രോയ് സ്പെസിഫിക് ന്യൂറോൺസ്. ഓക്കെ, ഇനി അടുത്തതായിട്ട് വരുന്നതാണ് ക്രയോ ലീഷൻസ്. മൂന്നാമത്തെ ടൈപ്പ് ലീഷൻ ടെക്നിക്കിൽ മൂന്നാമത്തെ ടൈപ്പാണ് ക്രയോ ലീഷൻസ്. എ പ്രോബ് ഈസ് യൂസ്ഡ് ടു കൂൾ ആൻഡ് ഫ്രീസ് ബ്രെയിൻ ടിഷ്യൂ ടു ക്രിയേറ്റ് ലീഷൻസ്. ഇവിടെ നടക്കുന്നത് നേരത്തെ നമ്മൾ പറഞ്ഞ ഇലക്ട്രിക് കറണ്ടാണ്, അത് വെച്ച് നല്ല ചൂട് കൊടുക്കുകയാണ്. എന്നാൽ ഇവിടെ തിരിച്ച് ക്രയോലേഷൻസിൽ നടക്കുന്നത് നമ്മളൊരു പ്രോബ് യൂസ് ചെയ്തിട്ട് ഇതിനെ തണുപ്പിക്കുകയാണ്. നമ്മുടെ ബ്രെയിൻ ഏത് ഭാഗമാണോ ആ ബ്രെയിൻ ടിഷ്യൂവിനെ ഫ്രീസ് ചെയ്യിപ്പിച്ചിട്ട് അവിടെ ഒരു ലീഷൻ ഉണ്ടാക്കി ആ ഒരു ഭാഗത്തിനെ കുറിച്ച് പഠിക്കാം. ഓക്കെ, ഇങ്ങനെ 3 ടൈപ്പാണ് നമ്മൾ പറഞ്ഞത്. ഇലക്ട്രിക്കൽ ലീഷൻസ് പറഞ്ഞു, കെമിക്കൽ ലീഷൻസ് പറഞ്ഞു, ക്രയോ ലീഷൻസ് പറഞ്ഞു. ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി ഇപ്പം നമ്മൾ പറഞ്ഞത് എന്തായിരുന്നു? അനാട്ടമിക്കൽ മെത്തേഡ്സിലുള്ളതാണല്ലേ പറഞ്ഞത്. ഇനി വരുന്നതാണ് കെമിക്കൽ മെത്തേഡ്സ്. എന്താ കെമിക്കൽ മെത്തേഡ് എന്ന് പറയുന്നത്? ദീസ് ഇൻവോൾവ് യൂസിങ് കെമിക്കൽസ് ടു ഇൻഫ്ലുവൻസ് ബ്രെയിൻ ആക്ടിവിറ്റി ഓർ ടാർഗറ്റ് സ്പെസിഫിക് ന്യൂറോ ട്രാൻസ്മിറ്റർ സിസ്റ്റംസ്. ഇവിടെ നമ്മൾ ചില കെമിക്കൽസ് യൂസ് ചെയ്യും. കെമിക്കൽ യൂസ് ചെയ്തിട്ട് നമ്മളവിടെ ബ്രെയിൻ ആക്ടിവിറ്റിയും അല്ലെങ്കിൽ ആ ഒരു സ്പെസിഫിക് ന്യൂറോ ട്രാൻസ്മിറ്റർ സിസ്റ്റത്തിനെ കുറിച്ചൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. ഇവിടെ വരുന്ന എക്സാമ്പിളാണ് ന്യൂറോ ട്രാൻസ്മിറ്റർ ആൻറ്റഗോണിസ്റ്റിക്സ് അല്ലെങ്കിൽ അഗോണിസ്റ്റിക്സ്. These chemicals either inhibit or enhance neurotransmitter activity to steady their effect on the behavior. അപ്പോൾ ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇങ്ങനത്തെ കെമിക്കൽ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ന്യൂറോ ട്രാൻസ്മിറ്ററിൻ്റെ ആക്ടിവിറ്റി ഒന്നെങ്കിൽ ഇൻഹിബിറ്റ് ചെയ്യും, അതിൻ്റെ ഫങ്ഷൻ ചെയ്യാൻ തുടങ്ങും. ഇനി അതല്ലെങ്കിൽ ചിലപ്പോൾ അതെന്ത് ചെയ്യും, ഇൻഹിബിറ്റ് എന്ന് പറഞ്ഞാൽ അവിടെ തടുക്കും അല്ലെങ്കിൽ എൻഹാൻസ് ചെയ്യും. ഓക്കെ, അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ടെക്നിക്കിനെയാണ് ന്യൂറോ ട്രാൻസ്മിറ്റർ ആൻറ്റഗോണിസ്റ്റ് അല്ലെങ്കിൽ അഗോണിസ്റ്റ് എന്ന് പറയുന്നത്. ഇനി വേറെ ഒന്നാണ് കീമോജനറ്റിക് ഓർ ഫാർമക്കോജനറ്റിക്. ഇവിടെ എന്താ യൂസ് ചെയ്യുന്നത്? ദീസ് ഇൻവോൾവ് യൂസിങ് ഡ്രഗ്സ് ടു ആക്ടിവേറ്റ് ഓർ ഇൻഹിബിറ്റ് സ്പെസിഫിക് ന്യൂറോൺസ് ജനറ്റിക്കലി മോഡിഫൈഡ് ടു റെസ്പോണ്ട് ടു സെർട്ടൈൻ സബ്സ്റ്റൻസ്. ഇവിടെ ചെയ്യുന്നത് വെച്ചാൽ ഡ്രഗ്സ് യൂസ് ചെയ്യും. ആ ഡ്രഗ്സ് യൂസ് ചെയ്തിട്ട് നമ്മുടെ ഈ സ്പെസിഫിക് ന്യൂറോൺസിനെ ഒന്നെങ്കിൽ ആക്ടിവേറ്റ് ചെയ്യും അല്ലെങ്കിൽ ഇൻഹിബിറ്റ് ചെയ്യും. അതിന് വേണ്ടിയിട്ട് എന്താ യൂസ് ചെയ്യുന്നത്? ഇവിടെ ഫാർമക്കോജനറ്റിക്സ് അല്ലെങ്കിൽ കീമോജനറ്റിക്സ് ഡ്രഗ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്തതായിട്ട് വരുന്നതാണ് മൈക്രോ ഇലക്ട്രോഡ് സ്റ്റഡീസ്. നമ്മൾ ഇലക്ട്രിക് കറണ്ട് പാസ് ചെയ്യുന്നതിനെ പറ്റി പറഞ്ഞു, ഫ്രീസ് ചെയ്യുന്നതിനെ പറ്റി പറഞ്ഞു, കെമിക്കൽസ് യൂസ് ചെയ്യുന്നതിനെ പറ്റി പറഞ്ഞു, ഇനി ഡ്രഗ്സ് യൂസ് ചെയ്യുന്നതിനെ പറ്റി പറഞ്ഞു. ഇനി അടുത്തതായിട്ട് വരുന്നതാണ് മൈക്രോ ഇലക്ട്രോഡ് സ്റ്റഡീസ്. ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ടു റെക്കോർഡ് ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി ഫ്രം സിംഗിൾ ന്യൂറോൺസ് ഓർ സ്മോൾ ഗ്രൂപ്പ് ഓഫ് ന്യൂറോൺസ്. ഈ ന്യൂറോൺസിലുള്ള ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ ഒരു മെത്തേഡ് യൂസ് ചെയ്യുന്നത്. ഇവിടെ ചെയ്യുന്ന എന്താ? ഇൻസേർട്ടിങ് എ വെരി ഫൈൻ ഇലക്ട്രോഡ് ഇൻ ടു ദ ബ്രെയിൻ ടു മെഷർ ദ ഇലക്ട്രിക്കൽ പൊട്ടൻഷ്യൽസ് ജനറേറ്റഡ് ബൈ ന്യൂറോൺസ് ഓഫൺ യൂസ്ഡ് ടു സ്റ്റഡി ആക്ഷൻ പൊട്ടൻഷ്യൽസ് ആൻഡ് സിനാപ്റ്റിക് ആക്ടിവിറ്റി. ഇവിടെ ചെയ്യുന്നത് ചെറിയ ഇലക്ട്രോഡുകളൊക്കെ നമ്മുടെ ഈ സ്കള്ളിലേക്കോ അല്ലെങ്കിൽ ബ്രെയിനിൻ്റെ ഉള്ളിലേക്കൊക്കെ നമ്മൾ പ്ലേസ് ചെയ്യും. ഓക്കെ, ഇൻസേർട്ടിങ് എ
വെരി ഫൈൻ ഇലക്ട്രോഡ് ഇൻ ടു ദ ബ്രെയിൻ. എന്തിനു വേണ്ടി? നമ്മുടെ ഇലക്ട്രിക്കൽ പൊട്ടൻഷ്യൽ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട്. ടു മെഷർ ഇലക്ട്രിക്കൽ പൊട്ടൻഷ്യൽ ന്യൂറോൺസ് ഒക്കെ ജനറേറ്റ് ചെയ്തിട്ടുള്ള ഈ ഇലക്ട്രിക്കൽ പൊട്ടൻഷ്യൽ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഒരു ഫൈൻ ഇലക്ട്രോഡ് ബ്രെയിനിലേക്ക് ഇൻസേർട്ട് ചെയ്യും. അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ആക്ഷൻ പൊട്ടൻഷ്യലും സിനാപ്റ്റിക് ആക്ടിവിറ്റിയും ഒക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യാൻ പറ്റും. ക്ലിയർ ആണോ? ദാറ്റ് ഈസ് മൈക്രോ ഇലക്ട്രോഡ് സ്റ്റഡീസ്. ഓക്കെ, ഇനി മൈക്രോ ഇലക്ട്രോഡ് സ്റ്റഡീസിൽ വരുന്ന ഒരു ടെക്നിക്കാണ് ഇലക്ട്രോ കോർട്ടിക്കോഗ്രാം അല്ലെങ്കിൽ ECOG എന്ന് പറയും. എന്താ ഇലക്ട്രോ കോർട്ടിക്കോഗ്രാം എന്ന് പറഞ്ഞാൽ? ECOG is a method to record brain activity directly from the surface of the brain. ബ്രെയിൻ്റെ സർഫസിൽ നിന്ന് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ബ്രെയിൻ ആക്ടിവിറ്റി റെക്കോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ടെക്നിക്കിനെയാണ് ഇലക്ട്രോ കോർട്ടിക്കോഗ്രാം എന്ന് പറയുന്നത്. സ്പെഷ്യൽ ഇലക്ട്രോഡ്സ് are placed directly on the outer layer of the brain after opening the skull. സ്കൾ തുറന്നിട്ട് നമ്മുടെ ബ്രെയിൻ്റെ ഔട്ടർ ലെയറിലേക്ക് ഒരു സ്പെഷ്യൽ ഇലക്ട്രോഡൊക്കെ നമ്മൾ പ്ലേസ് ചെയ്യും. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുക? ഇതിൻ്റെ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി നമ്മൾ മനസ്സിലാക്കുക. ആ സമയത്ത് നേരത്തെ പറഞ്ഞ പോലെ ഈ ന്യൂറൽ പാത്വേനെ കുറിച്ചിട്ടും ന്യൂറോണിനെ കുറിച്ചിട്ടും ഒക്കെ നമുക്ക് അതിന് പഠിക്കാൻ പറ്റും. Doctors often use it in patients with epilepsy to find the exact area of the brain where seizures start. ഇത് മെയിനായിട്ട് ഇലക്ട്രോ കോർട്ടിക്കോഗ്രാം യൂസ് ചെയ്യുന്നത് എപ്പിലെപ്റ്റിക് ആയിട്ടുള്ള പേഷ്യൻസിലാണ്. എന്തിനാണ്? എവിടെ നിന്നാണ് കൃത്യമായിട്ടും അവരുടെ ഈ സീഷേഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അതാണ് ഇലക്ട്രോ കോർട്ടിക്കോഗ്രാം. Electrocorticogram is sometimes also known as intracranial electroencephalography and uses many of the same mechanisms as EEG but is an invasive technique reserved for patients who need it. എന്ന് പറഞ്ഞാൽ EEG ഉണ്ട്, നമ്മൾ വരുന്ന ക്ലാസ് പഠിക്കാൻ പോകുന്നതാണ്. അപ്പോൾ ഏകദേശം EEGൻ്റെ മെക്കാനിസം പോലെ തന്നെയാണ് ഇലക്ട്രോ കോർട്ടിക്കോഗ്രാമും വർക്ക് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ അവിടെ നമ്മൾ ഇങ്ങനെ പെനിട്രേറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഇൻസേർട്ട് ചെയ്തിട്ടൊന്നും അല്ല മറ്റ് മെത്തേഡുകളിൽ EEGയിലൊക്കെ ചെയ്യുന്നത്. പക്ഷേ ഇവിടെ നമ്മൾ ഇതൊരു ഇൻവേഴ്സീവ് മെത്തേഡ് ആയതുകൊണ്ട് ഇവിടെ ഫിസിക്കലി പെനിട്രേറ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു ഇലക്ട്രോഡ് ഇൻസേർട്ട് ചെയ്യുന്നുണ്ട്. ക്ലിയർ ആണോ? ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മുടെ ഇൻവേസീവ് മെത്തേഡ്സിനെ കുറിച്ചിട്ടാണ് പറഞ്ഞത്. ഏതൊക്കെയാണ് പറഞ്ഞത്? ഓക്കെ, ഇൻവേസീവ് മെത്തേഡ് എന്താണ് എന്ന് പറഞ്ഞു. അതിൽ അനാറ്റമിക്കൽ മെത്തേഡ്സിനെ കുറിച്ച് പറഞ്ഞു. അനാറ്റമിക്കൽ മെത്തേഡ്സ് കഴിഞ്ഞാൽ ഡീജനറേഷൻ ടെക്നിക്സ് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നീട് വന്നത് ലീഷൻ ടെക്നിക്സ് ആണ്. ലീഷൻ ടെക്നിക്സിൻ്റെ അണ്ടറിൽ വരുന്ന ടൈപ്സ് പറഞ്ഞു. കെമിക്കൽ മെത്തേഡ്സിനെ കുറിച്ച് പറഞ്ഞു. മൈക്രോ ഇലക്ട്രോഡ് സ്റ്റഡീസ് പറഞ്ഞു. മൈക്രോ ഇലക്ട്രോഡ് സ്റ്റഡീസിൽ വന്നത് ഇലക്ട്രോ കോർട്ടിക്കോഗ്രാം ആണ്. അപ്പം നമ്മുടെ ക്വസ്റ്റ്യൻ ഓർമ്മ ഉണ്ടായിരുന്നോ? ക്വസ്റ്റ്യൻ നമുക്ക് കുറച്ചൊരു സെറ്റ് ഓഫ് മെത്തേഡ്സ് തന്നിട്ടുണ്ട്. ഇതിൽ ഏതൊക്കെയാണ് ഇൻവേസീവ് മെത്തേഡിൽ വരുന്നതെന്ന് ആണ് ചോദിച്ചത്. അപ്പോൾ അതിൽ വന്നിട്ടുള്ള 2 കാര്യങ്ങൾ നമ്മൾ നോക്കിയിട്ടുണ്ട്. ഇലക്ട്രോ കോർട്ടിക്കോഗ്രാമിനെ കുറിച്ചിട്ടും ലീഷൻ ടെക്നിക്സിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. സോ ഇത് രണ്ടും ഇൻവേസീവ് മെത്തേഡാണെന്ന് നമുക്ക് കിട്ടി അല്ലേ? ഇനി ബാക്കിയുള്ള ഒരു 3 എണ്ണം കൂടി ഉണ്ട്. അത് ഇൻവേസീവ് ടെക്നിക് ആണോ എന്ന് നമുക്ക് അറിയണം. അതിന് നമുക്ക് അടുത്ത ക്ലാസ് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.